പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കാൻ പോകുന്ന സർവരുടെ മേലും അവിടുത്തെ അഭിഷേകവും കൃപയും വർഷിക്കണമേ. മക്കളെ, ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇല്ലായ്മകളിലെ യേശു അനുഭവം. കർത്താവിൻ്റെ വചനം തരുന്നു. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 27-ാം വാക്യം. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. അവിടുന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നു, നമ്മോടൊപ്പം ചരിക്കുന്നു, നമ്മോടൊപ്പം നിലനിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മകൾ ഇല്ലാത്തവരായി ആരാണുള്ളത്? കുറവുകൾ ഇല്ലാത്തവരായി ആരാണുള്ളത്? ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, സ്വന്തം ജീവിതത്തെ ഉചിതമായത് ചിന്തിക്കാൻ എന്തൊക്കെയാണ് ഉപകാരപ്പെട്ടത്, എന്തൊക്കെയാണ് ഉപദ്രവമായി തീരുന്നത്, ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതൊക്കെയാണ് അപ്രധാനമായത്, എന്തൊക്കെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്, ഇതൊക്കെ അറിയാനുള്ള ജ്ഞാനം നമുക്ക് കിട്ടുന്നത് നമ്മിലുള്ള ഇല്ലായ്മകളിലൂടെയാണ്, പരിമിതികളിലൂടെയാണ്, ലിമിറ്റേഷനിലൂടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് കടന്നു വരുന്നത്. ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കൂ. ദൈവം കൂടെയില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ഉണ്ടായിട്ടും എന്താണ് കാര്യം? കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്തതിനെ ഓർത്ത് ഉള്ള സന്തോഷം പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ധാരാളം മക്കൾ ഇന്ന് നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലും ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, കിട്ടാത്തതിനെ ഓർത്ത് കണ്ണ് നനയുന്നതിനേക്കാൾ നല്ലത് കിട്ടിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് കണ്ണ് നനയുന്നതല്ലേ? എന്തൊക്കെ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഹൃദയം സംതൃപ്തമാകുകയില്ല. എപ്പോഴും ഒരു ശൂന്യതാബോധം, എപ്പോഴും ഒരു ഇല്ലായ്മയുടെ അനുഭവം. ദൈവം ഹൃദയത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയം സംതൃപ്തമാകൂ. കാരണം യേശു ഹൃദയത്തിൻ്റെ നാഥനാണ്, യേശു ഹൃദയത്തിൻ്റെ രാജാവാണ്. ആ രാജാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് വരെ നമുക്കൊരു ശൂന്യതാബോധം, ഒരു ഇല്ലായ്മയുടെ അനുഭവം നമ്മളെപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും അത്യാവശ്യ കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴും അകാരണമായി വേദന അനുഭവപ്പെടുമ്പോഴും അപ്രതീക്ഷിതമായി എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്താൽ നിറയപ്പെട്ടവർ ശക്തരാണ്. ദൈവത്താൽ നയിക്കപ്പെടുന്നവർ കൃപയുള്ളവരാണ്. ദൈവത്താൽ നയിക്കപ്പെടുന്നവർ അനുഗ്രഹമുള്ളവരാണ്. വിമർശനത്തിൽ അവർ തളരുകയില്ല. തെറ്റിദ്ധരിക്കുമ്പോൾ അവർ നിരപരാധിത്വം തെളിയിക്കുവാനായി ഓടി നടക്കുകയില്ല. വചനം ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവരുടെ ആശ്രയം ദൈവത്തിലാണ്. ബാഹ്യ രംഗത്ത് ഇരുൾ പരക്കുമ്പോഴും ആന്തരിക ലോകത്ത് പ്രകാശം ഉണ്ടാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. അത്യാവശ്യങ്ങൾ പോലും നടക്കാതിരിക്കുമ്പോൾ ആത്മാവിൽ
ആനന്ദം കണ്ടെത്തുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്, അല്ലേ? വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫിലിപ്പിയർ 4:19, പിതാവായ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകുമെന്ന്. ചിലപ്പോഴൊക്കെ ആവശ്യപ്പെട്ടത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി തീരേണ്ടതില്ല. ആവശ്യമുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമുള്ളത് അവിടുന്ന് നമുക്ക് തരും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് ഇല്ലായ്മകളെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് ശക്തി കിട്ടും, നമുക്ക് കൃപ കിട്ടും, അതിൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശുവിൻ്റെ ജനനത്തോടെ വെറും കാലിത്തൊഴുത്തായിരുന്ന ആ സ്ഥലത്തെ ദൈവാലയമായി മാറിയില്ലേ? യേശു ഉള്ളവർക്ക് അങ്ങനെയാണ്. കാലിത്തൊഴുത്ത് പോലും ദൈവാലയമായി കാണുവാനും ദൈവാലയമാക്കി മാറ്റുവാനും അവർക്ക് സാധിക്കും. യേശുവിൻ്റെ കുരിശ് മരണം വരെ ശപിക്കപ്പെട്ടതായിരുന്നില്ലേ? യേശു ഉള്ളിൽ വന്നവർക്ക്, യേശുവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ജീവിതാനുഭവങ്ങളുടെ രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി കുരിശുകൾ മാറുന്നത് കാണുന്നില്ലേ? വിശുദ്ധന്മാർ പലതരത്തിലുള്ള ഇല്ലായ്മകളിലൂടെ കടന്നുപോയവരാണ്. പക്ഷേ അവർക്കൊന്നും വേദനയെക്കുറിച്ചോ ഇല്ലായ്മകളെക്കുറിച്ചോ അവർ അസ്വസ്ഥരായിരുന്നില്ലല്ലോ. യേശുവിനെ വഹിച്ചപ്പോൾ കഴുത പോലും ബഹുമാനിക്കപ്പെട്ടില്ലേ? യേശുവിൻ്റെ വരവോടെ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായി മാറിയില്ലേ? ഗുണമേന്മയുള്ളതായി തീർന്നില്ലേ? ഇതുപോലെ തന്നെയാണ് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തെ കൈകാര്യം ചെയ്യുവാനുള്ള നല്ല അറിവുകൾ, നല്ല ബോധ്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, നല്ല അച്ചടക്കങ്ങൾ, നല്ല ജ്ഞാനങ്ങൾ ഇല്ലായ്മയിൽ നിന്നാണ് കൂടുതൽ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. എന്തെങ്കിലും എനിക്ക് അഭിമാനിക്കാനുണ്ട് എങ്കിൽ അതെൻ്റെ ബലഹീനതയിൽ മാത്രമാണെന്ന് പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. പൗലോസ്ലീഹ പറയുകയാണ്, ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ പറയുന്നു, ഏതു സാഹചര്യത്തിലും, ശ്രദ്ധിക്കണേ, ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലും ജീവിക്കാൻ എനിക്കറിയാം. ഏത് സാഹചര്യത്തിലും കഴിയുവാനുള്ള പരിശീലനം ഞാൻ നേടിയിട്ടുണ്ട്. ഈ പരിശീലനം എവിടെ നിന്നാണ് നേടിയിരിക്കുന്നത്? യേശുവിൻ്റെ വചനത്തിലൂടെയാണ്, യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് പൗലോസ്ലീഹ ഈ പരിശീലനം നേടിയത്. ഒന്ന് ഓർക്കണേ, സൗകര്യങ്ങളിലും അസൗകര്യങ്ങളിലും ആനന്ദിക്കുന്നവരാണ് ആത്മീയ മനുഷ്യരെന്ന് പറയുന്നത്. രോഗത്തിലും സൗഖ്യത്തിലും ആനന്ദിക്കുന്നവരാണ് ആത്മീയ മനുഷ്യരെന്ന് പറയുന്നത്. വാനോളം പുകഴ്ത്തുമ്പോഴും പാതാളത്തോളം ചവിട്ടി താഴ്ത്തുമ്പോഴും ആനന്ദിക്കുന്നവരാണ് ആത്മീയ മനുഷ്യർ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യനാണോ? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവിക മനുഷ്യനാണോ? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണോ? ചിന്തിക്കേണ്ട നിമിഷമാണിത്. ആത്മീയൻ്റെ ആനന്ദ വിഷയം ഈശോയാണ്. ഈശോ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു ആത്മീയൻ്റെ ഹൃദയം വേദനിക്കൂ. ആത്മീയൻ്റെ ആനന്ദ വിഷയം യേശുവാണ്. യേശു നഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാത്മീയ മനുഷ്യന് വേദനയുണ്ടാകൂ, സങ്കടമുണ്ടാകൂ.
കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവം നഷ്ടമാകുന്നതാണ്. ഈ നഷ്ടം പരിഹരിക്കാൻ എവിടെ പോയാലും സാധിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ സ്തുതിക്കുമ്പോൾ, അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നല്ലതായ അനുതാപ സങ്കീർത്തനം നടത്തുമ്പോൾ മാത്രമാണ് ആ ദൈവത്തിൻ്റെ മഹത്വം വീണ്ടും നമുക്ക് കൈമുതലാക്കാൻ സാധിക്കുക. ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച്, ഓരോ ഇല്ലായ്മകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആന്തരികമായ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ദൈവകൃപകൾ ധാരാളമായി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പലപ്പോഴും ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നതും ദൈവകൃപകൾ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊന്ന് വിശുദ്ധന്മാരിലേക്കും മഹാന്മാരിലേക്കും ഒന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇല്ലായ്മകൾ നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കും. റോമാ നഗരത്തിൽ, സമ്പന്നമായ റോമാ നഗരത്തിൽ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധനാണ് ജോസഫ് ലാംബ്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല ദിവസങ്ങളിലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ജീവിച്ച ഒരു മാർപ്പാപ്പയാണ് 10-ാം പീയൂസ് മാർപ്പാപ്പ. സഭയുടെ ഉന്നത ശ്രേണികളിലേക്ക് ഉയരുന്നത് കണ്ടോ? പല വർഷങ്ങളായി ഒരേ ഒരു ഡ്രസ്സ്, ഒരു ജോഡി വസ്ത്രം മാത്രം ധരിക്കാനുണ്ടായിരുന്ന ജോൺ പോൾ 23-ാം മാർപ്പാപ്പയെ നമ്മൾ വായിച്ചിട്ടുണ്ടോ? അവിടേക്ക് ഇല്ലായ്മയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി ജനിച്ച് ദാരിദ്ര്യത്തിൻ്റെ കയ്പ് നീര് കുടിച്ച് വളർന്ന വിശുദ്ധ ജോസഫ് കുപ്പാത്തിനോസ് ഇന്ന് എത്രയോ ജീവിതങ്ങൾക്ക് മാതൃകയാണ്, അഭിഷേകമായി തീരുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ നിത്യവ്രതത്തിന് പങ്കെടുക്കുവാൻ യാത്ര ചെലവിനുള്ള വണ്ടിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ആലോചിച്ച് നോക്കിയേ. ചിലപ്പോഴൊക്കെ ആദ്യ കുർബാന സ്വീകരണ നാളുകളിൽ ധാരാളം കുഞ്ഞുങ്ങൾ വന്ന് പറയാറുണ്ട്, അച്ഛാ, ഒരു വസ്ത്രം, ഒരു ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് പണമില്ല അച്ഛാ, അമ്മ രോഗിയാണ്, അപ്പന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം കൊടുത്ത പല സന്ദർഭങ്ങളും ഞാൻ ഓർത്തു പോകുന്നുണ്ട്. വിശുദ്ധന്മാർക്കൊക്കെ ഇല്ലായ്മയുടെ ഒരു അനുഭവമുണ്ട്. ആ ഇല്ലായ്മകളിലെല്ലാം അവരെ തളർത്തിയില്ല, അവരെ യേശുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയില്ല. വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മയും വിശുദ്ധ കൊച്ചുത്രേസ്യയും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും തങ്ങളുടെ ജീവിതത്തിൻ്റെ പോരായ്മകളിൽ സ്വന്തം സഹോദരന്മാർ മാറ്റി നിർത്തിയപ്പോൾ അവർ പഴി പറഞ്ഞില്ല. ബലിജീവിതത്തിൽ നിന്ന് അവർ അകന്നുപോയില്ല. കാരണം എന്തേ? ഇല്ലായ്മകളിലൂടെയാണ്, ഇല്ലായ്മയുടെ അവസരങ്ങളിൽ കൂടെയാണ് ദൈവാനുഭവം, യേശു അനുഭവം നമുക്ക് ധാരാളമായി സംലഭ്യമായി തീരുക. ഈ ആത്മീയ രഹസ്യം ഈ മഹാത്മാക്കൾക്ക് അറിയാമായിരുന്നു. ലഭിക്കാതെ പോയതിനെ ഓർത്ത് ഒരിക്കലും മഹാത്മാക്കൾ, വിശുദ്ധർ പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഇന്ന് പലപ്പോഴും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ലഭിക്കാതെ പോയ സ്നേഹത്തെ ഓർത്ത്, അംഗീകാരത്തെ ഓർത്ത്,
സമ്പത്തിനെ ഓർത്ത്, ഭാഗത്തെ ഓർത്ത് എത്രയെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ നോക്കി വിശുദ്ധാത്മാക്കൾ, മഹാത്മാക്കൾ ഒരിക്കലും താരതമ്യം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അസൂയപ്പെടാറില്ല, അസൗകര്യങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാറില്ല, വേദനിപ്പിച്ചവരെ നോക്കി ഹൃദയം കൊട്ടിയടയ്ക്കാറില്ല, നഷ്ടങ്ങളിൽ അവർ നിരാശപ്പെടുന്നില്ല. ലോകത്തിന് തോന്നി ഇല്ലായ്മയിൽ കഠിന ദുഃഖത്തിലാണ് ആ മഹാത്മാക്കൾ, ആ വിശുദ്ധാത്മാക്കൾ. എന്തിനേറെ പറയുന്നു നമ്മുടെ മാതാപിതാക്കന്മാർ. ഒന്ന് മനസ്സിലാക്കണം, അവർ സൃഷ്ടികളെ കൊണ്ടല്ല, സൃഷ്ടാവിനെ കുറിച്ച് നിറഞ്ഞതുകൊണ്ടാണ്. അവർ സൃഷ്ട്യ വസ്തുക്കളെ കൊണ്ടല്ല, സൃഷ്ടാവിനെ കുറിച്ച് ഹൃദയം നിറഞ്ഞതുകൊണ്ടാണ് മറ്റെല്ലാവരേക്കാൾ ഭാഗ്യവാന്മാരായി, സംതൃപ്തരും അനുഗ്രഹീതരുമായി ജീവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില ദമ്പതിമാർ കാണുവാനായിട്ട് ധ്യാനമന്ത്രികൾ പോകുമ്പോൾ ചിലവരൊക്കെ കാണുമ്പോൾ അവിടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. എന്നാൽ അവർ വന്ന് പറയുന്നതോ കരളുരുകുന്ന വേദനകളാണ്. മുഖം നിറയെ സന്തോഷവുമായി മറ്റുള്ള മുമ്പിൽ വേദനയുടെ, നിരാശയുടെ ഒരംശം പോലും കാണിക്കാതെ സന്തോഷമായി ജീവിക്കാൻ അവർക്ക് കഴിയുന്നത് കുടുംബത്തിലുള്ള ഐക്യം, കുടുംബത്തിലുള്ള കൂട്ടായ്മ, കുടുംബ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിന് അനുകൂലവും പ്രതികൂലവുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷം അനുഭവിച്ച് ജീവിതത്തെ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇല്ലായ്മകളിലെ യേശു അനുഭവമാണ്. പല വ്യക്തികളെയും, വൈദികരെയും, സിസ്റ്റേഴ്സിനെയും, സെമിനാരിയൻസിനെയും, സന്യാസിനി അർത്ഥിനികളെയും സന്തോഷമായി ജീവിക്കാൻ അവർക്ക് പ്രചോദനം നൽകുന്നത്. ഉള്ളിൽ വസിക്കുന്ന ഈശോ അവരെ എപ്പോഴും നയിക്കുകയാണ്. ഉള്ളിൽ വസിക്കുന്ന ഈശോ അവരെ ചലിപ്പിക്കുകയാണ്. ഇല്ലായ്മകളിലെ യേശു അനുഭവം അനുഭവിച്ച പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 4:8 ഇപ്രകാരം പറയുന്നു: വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. അറിയപ്പെടാത്തവരെ പോലെ ഞങ്ങൾ കാണുന്നു, എന്നാൽ ഞങ്ങൾ അറിയപ്പെട്ടവരാണ്. ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെയാണെങ്കിലും ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിക്കുന്നു. പൗലോസ്ലീഹായുടെ ഇല്ലായ്മകളിലെ യേശു അനുഭവം കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിനൊരു മാതൃകയായി തീരട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിത അവസ്ഥകളിലും പല ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തെ പഴിച്ചും ദൈവത്തിൽ നിന്ന് അകന്നും ജീവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, പൗലോസ്ലീഹായുടെ ഈ വാക്കുകൾ നമുക്ക് ഉത്തേജനം പകരട്ടെ. എൻ്റെ മകളെ, ഓരോ പ്രഭാതവും ഓരോ പുതിയ പ്രത്യാശ എല്ലാവരിലും ദൈവം കൊളുത്തി വയ്ക്കുന്നുണ്ട്. ഓരോ രാത്രിയിലും തിരുത്തുവാനുള്ള ജ്ഞാനവും സമയവും ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വയ്ക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, തളരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പ്രാവശ്യം യേശു അനുഭവം അനുഭവിച്ചിട്ടുള്ളവരല്ലേ നമ്മളെല്ലാവരും. എന്തുകൊണ്ടാണത്? ദൈവം അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആഴമുള്ള
വിശ്വാസമുള്ളത് കൊണ്ടാണ്. മധുരമായ ജീവിതത്തിൽ കയ്പുനീർ കലരുമ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തുതിയും നന്ദിയും പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ മക്കളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ, സ്വയം ശിക്ഷണം നേടുവാനുള്ള അവസരമാണ് നമ്മുടെ ഇല്ലായ്മകൾ. സ്വയം പരിശീലനം നേടുവാനുള്ള സന്ദർഭങ്ങളാണ് നമ്മുടെ ഇല്ലായ്മകൾ. സ്വയം ദൈവാനുഭവത്തിലേക്ക് വളരാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ഇല്ലായ്മകൾ. സ്വയം മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുത്ത് ജീവിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ ഇല്ലായ്മകളും. ഇല്ലായ്മകളും വല്ലായ്മകളും നമുക്കുണ്ടാകുമ്പോൾ ഈശോ നമ്മോട് പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. സ്വർഗീയ പിതാവേ, ഇല്ലായ്മകളിൽ യേശു അനുഭവത്തിൽ നിലനിന്ന് ഒരിക്കലും മറ്റുള്ളവരെ പഴി പറയാതെ, ദൈവത്തോട് പരിഭവം കാണിക്കാതെ കൂടുതൽ ദൈവാനുഭവത്തിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ആമേൻ.